ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ ഇടിവ്. സെൻസെക്സ് 550 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 150 പോയിന്റും താഴ്ന്നു. അമേരിക്കൻ വിപണികളിലെ ഇടിവാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത്. അമേരിക്കൻ കോൺഗ്രസ് ധനവിനിയോഗ ബിൽ പാസാക്കാത്തതിനെ തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. വൈദ്യുതി മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോൾ ഗവൺമെന്റിന്റെയും ബോർഡിന്റെയും ചിന്തയാണ് സോളാറിന്റെ രംഗത്ത് പുതിയ സാധ്യതകൾ ഇനി പ്രയോഗിക്കണം എന്നാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ബോർഡ് അത് സംബന്ധിച്ചുള്ള നയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തൊഴിലാളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന യാതൊരുവിധ അവകാശാനുകൂല്യവും ഇല്ലാതാക്കുക എന്ന പ്രശ്നമില്ല. അങ്ങനെ ബോർഡ് ചിന്തിച്ചിട്ടില്ല. ബോർഡിന് പ്രതിസന്ധിയുണ്ട്. 7500 കോടി കടമെന്ന് പറയുമ്പോൾ പ്രതിസന്ധി കടമാണല്ലോ. പക്ഷെ അതിനതൊക്കെ ആസ്തിയുള്ള സാധനമല്ലേ അത്. അത് കാണും. പിന്നെ വാട്ടർ അതോറിറ്റിയും മറ്റുമൊക്കെ എന്തേരം പൈസ തരാനുള്ളതെന്നല്ലോ. പൊതുമേഖലയൊക്കെ ഒരുപാട് പൈസ തരാനുണ്ട്. അതെല്ലാം പിരിച്ചത് തരേണ്ടതാണ്. അതൊക്കെ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തു. അതാണ് അതിനൊക്കെ പരിഹാരം കാണേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും പൈസ തരാനുണ്ട്. അതെല്ലാം പിരിക്കണം. വാട്ടർ അതോറിറ്റി വലിയ സംഖ്യയാണ്. അത് ഒരുപാട് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നിങ്ങളെല്ലാത്തും കൂടെ പെരുപ്പിച്ചത് കൊടുത്ത് ആകെ വഷളാണ്. അങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതൊന്നും നടപ്പിലാകുന്ന പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ചെയർമാന്റെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ തലയെ കൂടി പോകുന്നത് പോലെ അത് പോകുന്നതല്ല. നിലവിൽ നിയമമുള്ളതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും KSEBിയിലെ തൊഴിലാളികൾ ദീർഘനാളത്തെ സമരവും പോരാട്ടവും നടത്തി നേടിയെടുത്ത നേട്ടങ്ങളാണ്. അത് അങ്ങോട്ട് വന്ന് സുപ്രഭാതത്തിൽ അങ്ങനെ ഇല്ലാതാക്കാനൊന്നും പറ്റുകയില്ല. തന്നെയല്ല KSRTC പോലെ അല്ല ഇത്. അത് തന്നെ KSRTC പോലെ അല്ല. KSRTC എത്രയോ വർഷമായി പ്രതിസന്ധിയുണ്ട്. പിന്നെ അതിനും ആസ്തിയുള്ളതാ. അത് ചൊവ്വന് ഫലപ്രദമാണ്. ഇനിയിപ്പോ ഇത് മെച്ചപ്പെടുത്താൻ പോവല്ലേ. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പോവാ KSRTC. അതുകൊണ്ട് KSEBിയുടെ പെൻഷൻ ഇല്ലാതാകുന്നോ, പെൻഷൻ കിട്ടാത്ത ജീവനക്കാർ, തിരിഞ്ഞുപോയ ജീവനക്കാർ സമരം നടത്താൻ ഇടയാകുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ. വൈദ്യുതി